ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 5-6 വാക്യം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായി ആ ഭവനക്കാരോട് പറയണം, ഈ വീടിന് സമാധാനം. 6-ാം വാക്യം, അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നതായ സമാധാനം ആ ഭവനത്തിൽ വസിക്കും. ഇല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരികെ വരും. അങ്ങനെ നിങ്ങൾ ആ സമാധാനവുമായി നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ദൈവത്തിന് മഹത്വം. നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം വീണ്ടും തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം അതെവിടെ കിട്ടും? ചന്തയിൽ കിട്ടുമോ? വാങ്ങുവാൻ കിട്ടുമോ? ആരുടെ കയ്യിലെങ്കിലും സമാധാനമുണ്ടോ? ദൈവത്തിൻ്റെ പുത്രന്മാരുടെ കയ്യിൽ മാത്രമേ സമാധാനമുള്ളൂ. അവർക്ക് മാത്രമേ സമാധാനം മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം അവർ സമാധാനം സൃഷ്ടിക്കുവാൻ ദൈവം അനുവാദം കൊടുത്ത വ്യക്തി ജീവിതങ്ങളാണ്. ഈ ഭൂമിയിൽ സമാധാനം തനിയെ ഉണ്ടാകുന്നതല്ല, തനിയെ കിളിച്ചു വരുന്നതല്ല, തനിയെ വിൽക്കപ്പെടുന്നതല്ല, അല്ലെങ്കിൽ പ്രകൃതിദത്തമായി ഉണ്ടാകുന്നതായ ഏതെങ്കിലും ഒരു രാസവസ്തുക്കളെ കൊണ്ട് സൃഷ്ടിതമാകുന്നതല്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായ ഒരു സ്വഭാവ വിശേഷമാണ്, ഒരവസ്ഥ വിശേഷമാണ്, ക്രിയാത്മകമായ ഒരു ശക്തി കേന്ദ്രമാണ് സമാധാനം. ഈ സമാധാനം ആരിൽ വസിക്കും? ആർക്കാണ് സമാധാനപുത്രന്മാരാകാൻ സാധിക്കുന്നത്? എവിടെയാണ് സമാധാനം? കർത്താവ് ഈ വചനം ശിഷ്യന്മാരോട് പറയുമ്പോൾ, നിങ്ങൾ കൊണ്ടുപോകുന്ന സമാധാനം, അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ മാത്രമേ അവിടെ തങ്ങി നിൽക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആ സമാധാനമായി വീട്ടിലേക്ക് മടങ്ങിപ്പോരും. നിങ്ങൾ വേറൊരു ഭവനത്തിലേക്ക് പോകുമ്പോൾ ആ ഭവനത്തിന് യോഗ്യമായ ഒരു സമാധാനം എന്തെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഗ്രഹിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ തന്നിരിക്കുന്ന സമാധാനത്തിൽ നിന്ന് ആ ഭവനത്തിനേറ്റ സമാധാനമായി നിങ്ങൾ പോകണം. ചില ഭവനത്തിൽ രോഗത്തിൻ്റെ കാരണമായിരിക്കാം അസമാധാനം. ഭക്ഷിപ്പാൻ കാണും, വസ്ത്രം കാണും, ഭവനം കാണും, സമ്പത്ത് കാണും, ജോലി കാണും, എല്ലാം ഉണ്ടെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത, അസമാധാനം, രോഗം, വേദന, മാറാരോഗം, അല്ലെങ്കിൽ ആ രോഗത്തെക്കുറിച്ചുള്ള ഒരു ഭയം. ആ ഭയം അവരെ വേട്ടയാടുകയാണ്. കഴിക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് ഇല്ല, വയ്ക്കുന്ന ആഹാരത്തിന് ഒരു ചന്തവും ഉചിതമൊന്നുമല്ല. എല്ലാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ തന്നെ. ഒരു സമാധാനമുള്ള ഭവനത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ആ ഭവനത്തിൽ സകലതും ചന്തവും ഉചിതമായിട്ടായിരിക്കും. എന്നാൽ അസമാധാനം തളം കെട്ടി നിൽക്കുന്ന ഭവനത്തിൽ സാധനങ്ങളെല്ലാം ചല്ലിച്ചിതറി അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന കാണും. ഒരടുക്കളയിൽ ചെന്നാൽ ആ ഭവനത്തിൽ സമാധാനമുണ്ടോ എന്ന് നമുക്കറിയാം. അസമാധാനമുള്ള അടുക്കള നമുക്ക് വ്യക്തമായി ഊണുമേശ തിരിച്ചറിയാം. ഊണുമേശ നമ്മോട് സംസാരിക്കും, ഇരിപ്പുമുറി നമ്മോട് സംസാരിക്കും. അവിടുത്തെ ഓരോ ചുറ്റുപാടുകളും ആ ഭവനത്തിലുള്ള സമാധാനത്തെക്കുറിച്ച് മൂകമായ ഭാഷയിൽ നമ്മോട് സംസാരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പുത്രത്വ അധികാരം ഉണ്ട്. ആരിലാണ് ആ പുത്രത്വം വസിക്കുക? ഒരു ഭവനത്തിൽ ഒരുപക്ഷെ ഒരു പിതാവായിരിക്കാം, മാതാവായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം. ഇല്ല എങ്കിൽ അവിടുത്തെ ഒരു ദാസിയോ ദാസനോ ആകാം. അങ്ങനെയുമുണ്ട്. ചില ദാസിമാർ അല്ലെങ്കിൽ ചില വേലക്കാർ, ചില ജോലിക്കാർ വീട്ടിൽ അസ്വസ്ഥത കൊണ്ടുവരും. അസ്വസ്ഥത എപ്പോഴും ഉണ്ടാക്കും. എന്നാൽ ചില ജോലിക്കാർ വീട്ടിൽ ഇല്ലാത്ത സമാധാനം അവർ രൂപാന്തരം ചെയ്യും, രൂപീകരിക്കും, സൃഷ്ടിക്കും. അങ്ങനെ സമാധാനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്കറിയാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നയമാൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ, അരാം രാജാവിൻ്റെ ഒരു ഉയർന്ന ഒരു ആയിരങ്ങളുടെ അധിപനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, ഒരു ഓഫീസർ. അദ്ദേഹം ഓഫീസറാണ്, പരാക്രമശാലിയാണ്, നല്ല ബഹുമാനം ആ ജോലി ചെയ്യുന്ന സ്ഥാനത്തുണ്ട്. പക്ഷെങ്കിൽ വീട്ടിൽ സമാധാനം ഇല്ല. കാരണം അവൻ കുഷ്ഠരോഗിയാണ്. വേർകൃത്യം, ഭാര്യയുടെ അടുത്തും കുഞ്ഞുങ്ങളുടെ അടുത്തും കഴിക്കുന്ന ആഹാരത്തിലും മേശമേലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരസ്വസ്ഥത, ഒരു വേർകൃത്യമാണ് അവിടെ. ജോലി ചെയ്യുന്നിടത്ത് മാന്യതയുണ്ട്. രാജാവിന് വളരെ അംഗീകാരമുണ്ടെങ്കിലും ഭവനത്തിൽ അസ്വസ്ഥതയാണ്. എന്നാൽ അവിടെ ഒരു ജോലിക്കാരി ചെന്നപ്പോൾ അവൾ ദൈവത്തിൻ്റെ പുത്രത്വമുള്ളവളായിരുന്നു.
അവൾ നോക്കിയപ്പോൾ യജമാനൻ രോഗിയാണ്, കുഷ്ഠരോഗിയാണ്. ഭവനത്തിൽ അസ്വസ്ഥത നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അസമാധാനത്തിന്റെ ലവലേശം അവിടെയില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒരു ആരും അറിയാത്ത സമാധാനം ഭവനത്തിൽ തളം കെട്ടി നിൽക്കുന്നു. അവളിൽ ദൈവത്തിന്റെ ആത്മാവ് പരിപ്രവർത്തിച്ചു. അവൾ യജമാനനോട് പറയാണ്, യജമാനനെ, ഞങ്ങളുടെ നാട്ടിൽ ശമര്യയിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ കുഷ്ഠം മാറുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൾ അനുഭവിച്ച സമാധാനം, അവൾ അനുഭവിച്ചതായ ദർശനം അവളുടേതായ രീതിയിൽ വെച്ചേക്കാതെ അവൾ വേണ്ട ഇടത്ത്, അവൾ ആയിരിക്കുന്ന സ്ഥാനത്ത് സമാധാനം വിളമ്പുന്നവളായി മാറി. ഒരു വേലക്കാരിയിലും സമാധാനത്തിൻ്റെ ആത്മാവ് വരും. ദൈവത്തിൻ്റെ പുത്രത്വം അവളിലും കടന്നു വരും. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരല്ലാതിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദാസിയേക്കാളും അവരുടെ മക്കൾ, നയമാന്റെ മക്കളെക്കാളും അവൾ ദൈവത്തിൻ്റെ പുത്രത്വം നിറഞ്ഞവളായി തീർന്നു. അവളെ അനുസരിച്ചു. ആ വാക്കുപോലെ കേട്ടതിനാൽ അവൻ സൗഖ്യമുള്ളവനായി തിരികെ വന്ന ചരിത്രം 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചിലർ ഭവനത്തിൽ അസമാധാനം ഉണ്ടാക്കും, ചിലർ ഭവനത്തിൽ അലോക്യം ഉണ്ടാക്കും, ചിലർ ഭവനത്തിൽ ചില അവിശ്വസ്തതകൾ ഉണ്ടാക്കും, ചിലർ ഭവനത്തിൽ ചില വേണ്ടാത്ത അല്ലെങ്കിൽ ആകാത്ത സംസാരങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ചിലരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കും. അവരിൽ വസിക്കുന്ന ആത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളും. ആ രോഗത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ അവരിൽ ഭയപ്പെടേണ്ട എന്നുള്ളതായ ഒരു സമാധാനം അവരിൽ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, ഭവനത്തിൽ അസമാധാനം ഉണ്ടാക്കുവാൻ പല കാരണങ്ങളുണ്ടാകും. സാമ്പത്തികമായ പോരായ്മകളുണ്ട്, ജോലിയിലുള്ള പോരായ്മകൾ കാണും, രോഗത്തിൻ്റെ അവസ്ഥ കാണും, ഇല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഉയരാൻ കഴിയാത്തതിൻ്റെ ഒരു വൈഷമ്യമായ മനോഭാവം കാണും. ചില അപകർഷതാബോധങ്ങൾ ഉണ്ടാകും, ചില അവിശ്വസ്തതകൾ ഉണ്ടാകും, ചില സംശയങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന നാനാ രീതിയിലുള്ള കാറ്റുകൾ ഭവനത്തിൽ വീശാം. എന്നാൽ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടെങ്കിൽ, ആ ദൈവപുത്രൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ, അവൻ സകലത്തെയും വിവേചിച്ച് അതിന് തക്കതായ സന്ദേശം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം അവനിൽ മുളച്ചു വരും, അവനിൽ വർദ്ധിച്ചു വരും. അവൻ അതിനാൽ അഭിഷേകം ചെയ്യപ്പെടും, അവൻ അതിനാൽ സന്ദേശവാഹകനായി മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ജ്ഞാനികളായിട്ട് മാറും. ചില കുഞ്ഞുങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കും, ചില മാതാപിതാക്കന്മാർ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെങ്കിലും ചില ഭാര്യമാർ ജ്ഞാനികളായിട്ട് മാറും, ചില പിതാക്കന്മാർ ജ്ഞാനികളായിട്ട് മാറും. അവരിൽ ദൈവത്തിൻ്റെ പുത്രത്വം അധിവസിക്കുന്നു. നോക്കൂ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നവരായിട്ടല്ല, സൃഷ്ടികളായിട്ടാണ് കാണുന്നതുണ്ടെങ്കിലും മനുഷ്യന് ഉണ്ടാക്കുവാൻ ദൈവം കൊടുത്ത അധികാരം സമാധാനത്തെ കുറിച്ച് മാത്രമാണ്. ഒരു മനുഷ്യൻ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നവനായിരിക്കാം, ഇല്ലെങ്കിൽ വലിയ വലിയ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നവനായിരിക്കാം, എഞ്ചിനീയറായിരിക്കാം, ഡോക്ടറായിരിക്കാം, ഗവേഷകരായിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയുടെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിന് സമ്മാനിക്കുന്നവരായിരിക്കാം, റോക്കറ്റും പ്ലെയിനും ഒക്കെ ഉണ്ടാക്കുന്നവരാകാം. പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്, അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ വാലിഡിറ്റി ഉണ്ട്. അതിനൊക്കെ ആ ബഹുമാനത്തിനും ആ ആദരവിനും ഒക്കെ ഒരു പരിധി വരെ മാത്രമേ നമുക്ക് സമാധാനം കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ മനുഷ്യന് ഉണ്ടാക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക വരം, ആ വരത്തെ ഉപയോഗിച്ച് മനുഷ്യൻ അത് സൃഷ്ടിക്കുന്നുവെങ്കിൽ, അവന് കൊടുത്തതായ അധികാരത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കുന്നതായ സമാധാനം അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ സാധ്യമാക്കുന്നു. ആരാണ് അങ്ങനെ വിളിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആരാണ് വിളിക്കുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവരെ വിളിക്കുന്നതാര്? വിളിക്കപ്പെടുമെന്ന് പറയുന്നു. സ്വർഗത്തിൽ വിളിക്കുന്ന പേരാണോ? അല്ല, ഈ ഭൂമിയിൽ അവൻ വിളിക്കപ്പെടും. മനുഷ്യരാൽ വിളിക്കപ്പെടും, അയൽവക്കക്കാരാൽ വിളിക്കപ്പെടും, കൂട്ടുകാരുടെ ഇടയിൽ വിളിക്കപ്പെടും, ഭവനത്തിൽ വിളിക്കപ്പെടും, സഭയിൽ വിളിക്കപ്പെടും, ദേശത്തും സമൂഹത്തിലും നാം ഇടപെടുന്ന സ്ഥാനങ്ങളിലൊക്കെയും ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ. അവനിൽ സമാധാനം വസിക്കുന്നു. സമാധാനത്തിൻ്റെ ആത്മാവ് അവനിൽ പരിവേഷമിടുന്നു, അവനിൽ വേഷമിടുന്നു. അവനൊരു പുതിയ സന്ദേശമുണ്ട്. അവൻ ചെല്ലുന്നിടത്തുന്നതാം ഒരു പുഞ്ചിരിയുണ്ട്. ഏത് അസ്വസ്ഥതകളിലും അവൻ്റെ മുഖം പ്രകാശിക്കുന്നു. മ്ലാനത അവനെ വിട്ടുമാറുന്നു.
എത്ര വലിയ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെയും അവൻ കാണുമ്പോൾ അവിടെ വിളമ്പുവാൻ അവൻ്റെ കയ്യിൽ സമാധാനത്തിൻ്റെ വാക്കുകളുണ്ട്. അവരെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നത്. കേവലം ഒരു ആരാധനയിൽ പങ്കെടുക്കുന്നവനും പള്ളിയിൽ പോകുന്നവനും വ്രതമനുഷ്ഠിക്കുന്നവനും ഉപവാസം എടുക്കുന്നവനും പ്രവചിക്കുന്നവനും പാട്ടുപാടുന്നവനും സമാധാനത്തിൻ്റെ പുത്രന്മാരായിരിക്കണമെന്നില്ല. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കണമെന്നില്ല. അവരുടെ പാട്ടുകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ അവരുടെ ആലോചനകളും എല്ലാം മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവുമായി പോകും. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചിരുന്നാലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം സമാധാനം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നിന്നെയും എന്നെയും അവരെയും ഇവരെയും തമ്മിൽ ഒന്നാക്കുവാൻ എൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ, എൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകൾ, എൻ്റെ സംഗീതങ്ങൾ ഉപകരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിനെന്ത് പ്രയോജനം? ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിട്ടില്ലാത്ത വാക്കുകളായിരിക്കാം. അതെല്ലാം താൽക്കാലികമാണ്. വെള്ളക്കുമിള പോലെ അത് ഇന്ന് പ്രകാശിക്കുന്നു, അല്പനേരം കഴിഞ്ഞത് മാഞ്ഞു പോകുന്നു. വയലിലെ പുല്ലുപോലെ അതിനായുസില്ല. എന്നാൽ സമാധാനത്തിൻ്റെ പുത്രന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ. ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് മരണമില്ല. ദൈവത്തിൻ്റെ പുത്രന്മാർ മരിച്ചാലും ജീവിക്കും. ദൈവത്തിൻ്റെ പുത്രന്മാർ രോഗത്തിലും സന്തോഷിക്കും, വേദനയിൽ അവർ പ്രത്യാശിക്കും, കഷ്ടതയിൽ അവർ താഴ്ചപ്പെടുകയില്ല. എത്ര കഷ്ടം വന്നിരുന്നാലും ശരി, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാകിയാൽ ആ പുത്രത്വം അവരിൽ നിന്ന് എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ എന്ന് പിശാച് പോലും അവരോട് വാതുകെട്ടി സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ സമ്പന്നന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടേതായ താൽക്കാലികമായ ആശ്രിതമാണ് ഒക്കെ. ഈ ലോകത്തിലെ വളർച്ചയൊക്കെയും താൽക്കാലികമായ ആശ്രിതമാണ്. ഈ ലോകം നമുക്ക് തരുന്നതായ പേരുകളൊക്കെയും താൽക്കാലികമായ പേരുകളാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്നതായ പുതിയ പേരിനാൽ നാം വിളിക്കപ്പെടുന്നതോ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് ലോകത്തിൽ വിളിക്കപ്പെടുന്നു. നാം ഉൾക്കൊള്ളുന്നതായ ഭവനം, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ദൈവത്തിൻ്റെ പുത്രന്മാർ. ഓ, എൻ്റെ മകൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ സമാധാനം ഉണ്ടാക്കുന്നു, അവൻ അസ്വസ്ഥതയെ മാറ്റുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ എൻ്റെ കുഞ്ഞ് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാരി ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓ, അവിടെ സമാധാനം സൃഷ്ടിക്കുന്നവർ പലരാണ്. ദൈവം ഭവനത്തിൽ ഒരു സമാധാന പുത്രനെ സൃഷ്ടിക്കും. അതൊരു വലിയൊരു മർമ്മമാണ്. എല്ലാവരെയും ദൈവത്തിൻ്റെ പുത്രന്മാരാക്കുന്നില്ല. എല്ലാവരിലും ദൈവത്തിൻ്റെ പുത്രത്വം കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പുത്രത്വം എല്ലാവരിലും കൊടുക്കുന്നില്ല. ഒരു ഭവനത്തിൽ ഒരു വിക്കിരി മാത്രം. അതാണ് കർത്താവ് പറഞ്ഞത്, അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ അവന് സമാധാനം ഉൾക്കൊള്ളുവാൻ കഴിയും. 5 പേരടങ്ങുന്നിടത്ത്, 10 പേരടങ്ങുന്നിടത്ത് എല്ലാവരും ദൈവമക്കളാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ പുത്രത്വം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ഒരുവനിൽ മാത്രമേ അഭിഷേകം കാണുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ യാക്കോബിൽ സമാധാനത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ സമാധാനത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. അവന് സമാധാനത്തിൻ്റെ ആത്മാവ് അവനിലുണ്ട്. അവന് നിരപ്പിൻ്റെ ആത്മാവ് അവനിൽ വന്നു. നിരപ്പിൻ്റെ ആഗ്രഹം അവനിൽ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ഭയം അവനെ വാണുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ഭയമായവനെ തിരിച്ചറിയാൻ അവന് ജ്ഞാനമുണ്ടായി. കലക്കമുള്ളിടത്ത്, അല്ലെങ്കിൽ പ്രയാസമുള്ളിടത്ത്, ഭാരമുള്ളിടത്ത് അവൻ സമാധാനത്തിൻ്റെ സുവിശേഷവുമായി കടന്നു വന്നു. അങ്ങനെയാണ് യാക്കോബിനെ ദൈവം വിളിക്കുന്നത്. ഇപ്പോഴോ യാക്കോബെ, പണ്ടുള്ളതായ യാക്കോബല്ല, ഇപ്പോഴോ യാക്കോബിസം എന്ന് പറയുന്നത് നമ്മളിൽ നിത്യമായി ദൈവത്തിൻ്റെ വചനങ്ങളാൽ സ്ഥാപിതമാകുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോഴോ യാക്കോബേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനോ അതോ ലോകത്തിൻ്റെ പുത്രനോ? അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരാകുവാൻ, സമാധാനമില്ലാത്തടത്ത് സമാധാനം കൊടുക്കുവാൻ, ആ സന്ദേശം കൊടുക്കുവാൻ, രോഗികളെ ബലപ്പെടുത്തുവാൻ, അവരെ ഉപദേശിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, വേദന അനുഭവിക്കുന്ന ജീവിതങ്ങളെ കണ്ട് മനസ്സിലാക്കുവാൻ, മനസ്സലിവുള്ളവരായിരിക്കുവാൻ, സ്നേഹത്തിൽ ഊന്നി നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് വിളിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നതിനുള്ള മഹത്വത്തെക്കുറിച്ച് ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless you.